അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ ചൂണ്ടൽ പഞ്ചായത്തിലെ 3 കുളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ആളുകൾക്ക് കുളത്തിൽ ഇറങ്ങുന്നതിന് വിലക്ക്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രതയുടെ ഭാഗമായാണ് നടപടിയെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ 24നോട് പറഞ്ഞു. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും തുടർച്ചയായി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ തൃശ്ശൂരിലും ഈ ജാഗ്രത കൂടുതൽ ശക്തമാക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂണ്ടൽ പഞ്ചായത്തിലെ തായങ്കാവ് ക്ഷേത്രമാണ്. ഇവിടെ ഈ കുളം പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുള്ള കുളമാണ്. പക്ഷേ പഞ്ചായത്തിനെ സംബന്ധിച്ച് 3 കുളങ്ങളിൽ, ഈ കുളമടക്കം 3 കുളങ്ങളിൽ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അത് പ്രവേശന വിലക്കാണ്. ഈ കുളത്തിൽ കുളിക്കരുത് എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ മേഖലയിൽ തന്നെയുള്ള പലർക്കും ഈ പനി അടക്കമുള്ള ലക്ഷണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ പരിശോധനയിലെല്ലാം അത് നെഗറ്റീവാണ്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് ഈ കുളങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടതാ ഇപ്പോൾ ഈ പതിപ്പിച്ചിരിക്കുന്ന പൊതു ബോർഡുകളാണ് കാണുന്നത്. ഇത്തരത്തിൽ ഇറങ്ങരുത് എന്ന കർശന വിലക്കിലേക്ക് പഞ്ചായത്ത് പോകുന്നു. അത് ഈ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് പഞ്ചായത്ത് വിശദീകരിക്കുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ചേരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. എന്താണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നടപടി? എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഇതിലേക്ക് പോയത്? പൊതുവായിട്ട് നീന്തൽ കുളങ്ങളിൽ കുളിക്കുന്നത് മൂലം രോഗാവസ്ഥ വരാതിരിക്കാനുള്ള മുൻകരുതൽ മാത്രമാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം. ഒരു രോഗാവസ്ഥ വരുമ്പോൾ, രോഗം വരുന്നതിന് മുന്നേ അതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്ന നിലയിൽ നമ്മൾ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുവായിട്ടുള്ള എല്ലാ കുളങ്ങളും നീന്തൽ കുളങ്ങളും തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രത. ഏതൊക്കെ കുളങ്ങളിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്? തായങ്കാവ്, പയ്യൂർക്കാവ്, പെലക്കാട്ട് പയ്യൂർ എന്നീ സ്ഥലങ്ങളിലെ കുളങ്ങളിലും മറ്റ് പൊതുവായി ജനങ്ങൾ വരുന്ന കുളിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. നിലവിൽ ഇവിടെ ഈ ലക്ഷണങ്ങൾ കാണിച്ചവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല? ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാവരും ആരോഗ്യവാന്മാർ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതൊരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് നമ്മളൊരു ജാഗ്രത കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ചാവക്കാട് സ്വദേശി ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് കോഴിക്കോട് ചികിത്സയിലിരിക്കെ മരിച്ചത്. എന്തായാലും അതിന് പിന്നാലെ തൃശൂരിൽ വിവിധ പൊതുകുളങ്ങളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ചൂണ്ടൽ പഞ്ചായത്തിലാണ് ഇപ്പോൾ 3 കുളങ്ങളിൽ ഈ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ബോർഡടക്കം സ്ഥാപിച്ച കർശന നടപടികളിലേക്ക് പഞ്ചായത്ത് കടന്നിരിക്കുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.